സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. മൂന്നാമത്തെ പീഡന പരാതിയിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ അഴിക്കുള്ളിലായിരിക്കുന്നു. കഴിഞ്ഞ 2 പരാതികളിലും കോടതിയിൽ നിന്ന് ലഭിച്ച ആനുകൂല്യത്തിന്റെ ബലത്തിൽ ഞെളിഞ്ഞു നടക്കുകയായിരുന്ന രാഹുലിനെ ഇന്ന് പുലർച്ചെ നാടകീയ നീക്കങ്ങളിലൂടെയാണ് ഹോട്ടൽ മുറിയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ മാവേലിക്കര സബ് ജയിലിലുണ്ട് MLA. കഴിഞ്ഞ 2 പരാതികളെയും പോലെ തന്നെ ഗുരുതരമായ ആരോപണങ്ങളാണ് മൂന്നാമത്തെ പരാതിയിലുമുള്ളത്. സമൂഹ മാധ്യമത്തിലൂടെ പരിചയം സ്ഥാപിച്ച് വിവാഹ വാഗ്ദാനം നൽകി ശാരീരിക ബന്ധത്തിലേർപ്പെടുകയും പിന്നാലെ ഗർഭിണിയായ ശേഷം ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പല ആവശ്യങ്ങൾ പറഞ്ഞ് യുവതിയിൽ നിന്ന് പണം കൈപ്പറ്റി. ഒടുവിൽ പരാതി നൽകിയാൽ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുമെന്ന് വരെ ഭീഷണി. 1 അല്ല 2 അല്ല 3 കേസുകൾ. പലതും ഭയന്ന് പുറത്തു പറയാത്തവർ ഇനിയുമേറെ. ആരുമെടുക്കാത്ത നടപടി രാഹുലിനെതിരെ കോൺഗ്രസ് സ്വീകരിച്ചെന്ന് നേതൃത്വം തലയുയർത്തി പറയുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം കോൺഗ്രസിന് ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാനാകുമോ? MLA സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടേ, അതോ MLAയെ അയോഗ്യനാക്കുമോ? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അതിഥികൾ ചേരുകയാണ്. കോൺഗ്രസിൽ നിന്ന് OK ഫറൂഖ്, CPM-ൽ നിന്ന് PM മാർഷോ, അഭിഭാഷകൻ രഞ്ജിത്ത് മാരാർ, റിനി ആൻഡ് ജോർജ് നടി, ഒപ്പം വലത് നിരീക്ഷകൻ രാഹുൽ ഈശ്വർ എന്നിവർ ചേരും. രഞ്ജിത്ത് മാരാറിൽ നിന്ന് ശ്രീ രഞ്ജിത്ത് മാരാർ, നോക്കൂ, നേരത്തെ തന്നെ 2 സമാനമായ പരാതികളുണ്ട്. പക്ഷേ ആ 2 കേസുകളിലും നിയമത്തിന് ഒരു ചെറിയ ആനുകൂല്യം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചു. ഒന്നിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ ഉണ്ടായിരുന്നു, രണ്ടാമത്തേതിൽ നോ അറസ്റ്റ് ഓർഡറും കോടതിയിൽ നിന്നുണ്ടായിരുന്നു. അതിന്റെ ബലത്തിൽ പുറത്തിറങ്ങി തലയുയർത്തി നടക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ മൂന്നാമത്തെ പരാതിയിൽ ഈ കേസിൽ നിർണായകമായ നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്ന് തൂക്കിയെടുത്ത് ജയിലിലിട്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നോക്കൂ, ഇതിൽ ഗുരുതരമായ ആരോപണങ്ങൾ, കണ്ടെത്തലുകൾ ഈ FIR-ൽ, റിമാൻഡ് റിപ്പോർട്ടിലൊക്കെയുണ്ട്. വിശ്വാസവഞ്ചന, ക്രൂരമായ ബലാത്സംഗം, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ, പണ അപഹരണം, അങ്ങനെ ഒരുപാട് വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. എത്രത്തോളം സ്ട്രോങ് ആണ് ഈ മൂന്നാമത്തെ പരാതി, ഈ കേസ്? അല്ല, ഇത് മൂന്നാമത്തെ പരാതി എന്ന് പറയുമ്പോൾ ദിസ് വാസ് ഓൾവേസ് ദി എയർ അല്ലെ. ഇങ്ങനെ ഒരു പരാതി ഉണ്ട് എന്നുള്ളത്, പല പല പരാതികൾ ഇനിയും ഉണ്ട് എന്നുള്ളത് എല്ലാം ഒരു നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാം പലപ്പോഴും ആൾക്കാർ നമുക്ക് മനസ്സിലായ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ 2 കേസുകളുണ്ട്. 1 ലേഡി ഡാഡ്, ഒരു ആള് ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ തയ്യാറാവുകയും ആ കംപ്ലൈന്റ് സബ്സിക്വന്റ്ലി ടേക്കപ്പ് ചെയ്യുകയും അതിലൊരു ആന്റിസിപ്പേറ്ററി ബെയിൽ ജില്ലാ കോടതി തള്ളുകയും അതിനുശേഷം അത് ഹൈക്കോടതിയിൽ വന്നപ്പോൾ നോട്ട് ടു അറസ്റ്റ് ഡയറക്ഷൻസ് അന്നത്തെ സാഹചര്യത്തിൽ കിട്ടുകയാണ്. സബ്സിക്വന്റ്ലി അനദർ ക്രൈം വാസ് രജിസ്റ്റേർഡ്. ആ ക്രൈമിൽ ഡിലേ ഉള്ളതും എല്ലാം കൂടി കൊണ്ടിട്ട് ജില്ലാ കോടതി തന്നെ അതിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ ഗ്രാന്റ് ചെയ്തു. ഇപ്പൊ 3rd ആയിട്ടുള്ള ഒരു ക്രൈം വന്നു. അതും ഇനിയും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ ഒരു ലാഞ്ചന തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ഇതേ ഒരു പാറ്റേൺ അദ്ദേഹം അവലംബിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് തുടക്കം മുതലേ പറയാനുള്ള സാഹചര്യങ്ങൾ. പലപ്പോഴും ഡിസ്കസ് ചെയ്തിരുന്നതും അത് തന്നെയാണ്. ഹി വാസ് ഇൻഫ്ലുവൻഷ്യൽ എന്നുള്ളത് കൊണ്ടിട്ടാണ് ഈ കംപ്ലൈന്റ് പലതും ഡിലേഡ് ആയത് എന്നുള്ളതാണ് കംപ്ലൈനൻസ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ക്രൈം രീതികൾക്ക് ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ, അല്ലെങ്കിൽ അതിനൊരു തീക്ഷണത നമ്മൾ കാണേണ്ടി വരും. ആ തീക്ഷണത കാണുമ്പോൾ വെദർ ഹി ഈസ് എൻറ്റൈറ്റിൽഡ് ടു ബെയിൽ, വെദർ ഹി വിൽ ഇൻഫ്ലുവൻസ്, ഈ വിക്ടിമിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ, അല്ലെങ്കിൽ എവിഡൻസിനെ ഹനിക്കുമാകുന്ന രീതിയിൽ എന്തെങ്കിലും ആക്ട് ചെയ്തിട്ടുണ്ടാവുമോ, ചെയ്യുമോ എന്നുള്ളതെല്ലാം ഒരു കൺസിഡറേഷനിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഈ എല്ലാ കേസുകളിലും ഒരേ പാറ്റേൺ തന്നെയാണല്ലോ ഉള്ളത്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ വക്കീല് പറയുന്നത് കേട്ടത് 24-ലെ ഇൻസിഡന്റ് ആണെന്നും 24 കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നതെന്നും കംപ്ലൈനന്റ് തന്നെയാണ് റൂം ബുക്ക് ചെയ്തതെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വക്കീല് പറയുന്നത് കേട്ടത്. ഇതെല്ലാം കോടതി. അതുമാത്രമല്ല, കഴിഞ്ഞ ഈ 2 കേസുകളിലും പരാതിയിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതും ഉഭയകക്ഷി സമ്മതപ്രകാരം തന്നെയാണ് ഈ ബന്ധമുണ്ടായത്, അതിന് പിന്നാലെയാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നൊക്കെ തന്നെയാണ്. ഇവിടെയും അത് തന്നെയാണ് രാഹുൽ ആവർത്തിക്കുകയും ചെയ്യുന്നത്. അതൊരു ഈ കേസിൽ പ്രോസിക്യൂഷനൊക്കെ ഒരു തിരിച്ചടിയാകാൻ ഇടയുണ്ടോ? അതൊരു ജാമ്യം ലഭിക്കാനൊക്കെ കാരണമാകുമോ ശ്രീ രഞ്ജിത്ത് മാരാർ? അല്ല, ഈ ഉഭയകക്ഷി സമ്മതപ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് ഫുൾ ഡിസ്ക്ലോഷറിലാണോ അത് ഉഭയകക്ഷി സമ്മതപ്രകാരം എന്നുള്ളത് അറിയണമല്ലോ. കാരണം ഒരേ സമയത്ത് തന്നെ പലരായിട്ട് അദ്ദേഹത്തിന് സെക്ഷൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കേണ്ടി വരും.
അങ്ങനെ സമ്മതിക്കുമ്പോൾ ആ സമ്മതം മറ്റേ ഓപ്പോസിറ്റ് പാർട്ടിക്ക് അറിവുണ്ടായിരുന്നോ എന്നുള്ളത് കൂടി നോക്കേണ്ട ഒരു സാഹചര്യം. ഇദ്ദേഹം മാരീഡ് അല്ല, ഇദ്ദേഹത്തിന് മാരിയേജിന് വേണ്ടിയുള്ള വാഗ്ദാനം കൊടുക്കാനുള്ള സാധ്യതകൾക്ക് ഒരു പ്രശ്നങ്ങളുമില്ല. അപ്പൊ ഒരു വാലിഡ് മാരേജിൽ എൻ്റർ ചെയ്യാവുന്ന ഒരു കപ്പാസിറ്റി അദ്ദേഹത്തിന് ആ സമയത്തുണ്ട്. അപ്പോ ആ സമ്മതങ്ങൾ കൊടുത്തപ്പോ വെദർ ഹി വാസ് അങ്ങനെ കൊടുക്കാൻ സാധ്യതയുള്ള ആളായിരുന്നോ, അത് കൊടുക്കാൻ ബാക്കിയുള്ളവർക്ക് ഇതെല്ലാം അറിയാമായിരുന്നോ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതിൽ പുറത്തു പൊതുവെ വരുന്ന ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ശ്രീ രഞ്ജിത്ത് മാരാർ, ഈ വകുപ്പുകൾ അല്ലെങ്കിൽ ഈ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്തുക, അതിന് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, ഒരുപാട് വെല്ലുവിളികൾ ഉണ്ട് എന്നൊക്കെയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിലയിരുത്തൽ വരുന്നത്? ഇവിടെ എവിടെയാണ് ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു വെല്ലുവിളി നേരിടാൻ പോകുന്നത്? ഇനി ഇതിൽ വിക്ടിംസിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് ഇതിനെ ഒരു കൺസെന്റിങ് പാർട്ടി ആണോ എന്നുള്ള ഇഷ്യൂ എപ്പോഴും ഫേസ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ അവർ പലപ്പോഴും ഇതിൽ എവിഡൻസ് കൊടുക്കാനും അതേപോലെയുള്ള കാര്യങ്ങളിൽ നിന്നും ഈവൻ കംപ്ലൈന്റ് കൊടുക്കാൻ പോലും പലപ്പോഴും മടിച്ചു നിൽക്കുന്ന സാഹചര്യങ്ങളാണ്. എത്രയോ പേരുണ്ടാവും, ഇത് മാത്രമല്ല പറയുന്നത്, എത്രയോ പേരുണ്ടാവും എന്നുള്ളത് കൊണ്ട് കൂടിയവായിരിക്കണം കോൺഗ്രസ് പാർട്ടി ഇതുപോലെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടാവുക. എന്നതുകൊണ്ട് മാത്രം ആ പരാതിയിൽ കഴമ്പില്ല, അത് വിശ്വാസയോഗ്യമല്ല എന്ന് വിലയിരുത്താൻ കഴിയുമോ? നോക്കൂ, പലവിധ കാരണങ്ങൾ കൊണ്ട് ഒരു സ്ത്രീയുടെ കാര്യം എന്ന് നോക്കുമ്പോൾ പലതും ചിന്തിച്ചും ആലോചിച്ചും ഒക്കെ ആയിരിക്കും ഒരു പരാതി നൽകുക, അല്ലെങ്കിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ കൂടി ആ യുവതിയുടെ മേൽ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഈ ഡിലേഡ് എഫ്ഐആർ കൊണ്ട് മാത്രം അതൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അതൊരു ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒന്നായി പറയാൻ കഴിയുമോ? ഇല്ല, സാധാരണ കേസുകളിലാണെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. ഈ ഡിലേഡ് ആയിട്ടുള്ള എഫ്ഐആർ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് മേജർ ആയിട്ടുള്ള ഒരു കൺസെൻഷ്വൽ സെക്സിലേക്ക് എൻ്റർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ, അതുപോലുള്ള സാഹചര്യങ്ങളും അതേപോലത്തെ സർക്കംസ്റ്റാൻസസും ഉണ്ടാവും. ഇതിൽ കൺസെൻഷ്വൽ സെക്സ് എന്ന് പറയുമ്പോൾ കൺസെന്റ് ഷുഡ് ബി ഇൻഫോംഡ് കൺസെന്റ് അല്ലേ? ഇൻഫോംഡ് കൺസെന്റിന്റെ വരുമ്പോഴത്തേക്കാണ് ഇദ്ദേഹം ഒരു കാസനോവയാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ പോയിരുന്നത്? ഈ ഡു നോട്ട് സേ, അദ്ദേഹം പറയുന്നത് അദ്ദേഹം കൺസെൻഷ്വൽ സെക്ഷൽ ഇന്റർകോഴ്സിൽ വന്നിരുന്നു എന്നാണ് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കൺസെന്റ് ഫുൾ ഡിസ്ക്ലോഷർ ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ചുമതല അക്യൂസിനുണ്ടാവും. ഇതുപോലത്തെ കേസുകളിൽ ഇതിൽ വരുന്ന ഡിലേ നമുക്ക് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല ഇതേപോലെയുള്ള സാഹചര്യങ്ങളിൽ. കാരണം അന്നത്തെ സാഹചര്യം അതായിരുന്നിട്ടുണ്ടാവാം. ആരെങ്കിലും ഒരാള് ഞാനത് ഐ ഡു നോട്ട് വാണ്ട് ടു പുട്ട് മൈസെൽഫ് ഇൻ ടു ട്രബിൾ. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറയുന്നത് ഹ്യൂജ് തന്നെയാണ്, അതിലൊരു സംശയവും വേണ്ട. ലേഡീസ് ഫേസ് ചെയ്യുന്ന പ്രശ്നം തന്നെയാണ്. ഈവൻ സോഷ്യൽ സ്റ്റിഗ്മ ഫോർ മെൻ ഈസ് ഓൾസോ ഹ്യൂജ്. അത് സോഷ്യൽ സ്റ്റിഗ്മ തന്നെയാണ്. അതിലേക്കൊന്നും വെഞ്ചർ ചെയ്തിട്ട് അതിന് ഡയറിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഇനി ഉണ്ടാവേണ്ടിയിരിക്കുന്നു. കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അപ്പൊ അത് വെച്ച് ഡിലേ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടിട്ട് ഇതെല്ലാം ഫോൾസ് ആണെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കേസുകളിൽ, സാധാരണ കേസുകളിലാണെങ്കിൽ ഡിലേ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ഞങ്ങൾ ഡിഫൻസ് ലോയേഴ്സ് എപ്പോഴും എടുക്കുന്ന ഒരു കണ്ടൻഷനാണ്. ഡിലേ വരുമ്പോഴത്തേക്കും അതിന്റെ ഓതന്റിസിറ്റി കുറച്ച് കുറയും, അതില് ചാൻസസ് ഓഫ് ഫാബ്രിക്കേഷൻസ് കൂടുതലാണ്. ഫറൂഖ്, നോക്കൂ, ആദ്യം പരാതി വരുന്നതിന് മുൻപ് തന്നെ, അതായത് കോൺഗ്രസിനകത്ത് ഇത്തരം പരാതി, റിനിയാണല്ലോ ആദ്യമായി ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പരാതികളിലേക്ക് തുറന്നിടുന്നത് റിനിയായിരുന്നു. അതിനുശേഷം തുടരെ പല പരാതികൾ യൂത്ത് കോൺഗ്രസിനകത്ത് നിന്ന് പല യുവതികൾ പറഞ്ഞു അത് കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപാകെ എത്തുന്നു. അപ്പോൾ ഒരു റിട്ടേൺ പരാതി വരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ നടപടിയെടുത്തു എന്ന് അവകാശപ്പെടുന്നു. ശരിയാണ്, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നു, പിന്നാലെ സസ്പെൻഷൻ വരുന്നു, ഒരു പരാതി വന്നതിന് പിന്നാലെ തന്നെ പാർട്ടിയിൽ നിന്നടക്കം പുറത്താക്കിയെന്ന മാതൃകാപരമായ നടപടിയെടുത്തു എന്ന് നിങ്ങൾ പറയുന്നു. ഇന്നടക്കം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അത് ഉന്നയിക്കുകയാണ് ചെയ്തത്. പക്ഷെ എന്നിട്ടും കുറ്റപ്പെടുത്തലുകൾ, പഴികൾ കോൺഗ്രസിന് കേൾക്കേണ്ടി വരികയാണ്. ഇവിടെ പുറത്താക്കിയത് കൊണ്ട് മാത്രം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് കോൺഗ്രസിന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഇവിടെ ഓഗസ്റ്റ് മാസത്തിലാണ് എനിക്ക് സംശയം, റിനി എന്ന് പറയുന്ന നമ്മുടെ യുവ നടി ഒരു ഓൺലൈൻ മാധ്യമത്തിൽ കൊടുത്തൊരു ഇന്റർവ്യൂവിലാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്. ഒരു യുവ നേതാവിൽ നിന്നും അവർക്ക് ഒരു വാട്സപ്പ് ചാറ്റ് ഉണ്ടായി എന്നും അത് അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യം, അത് ആ രീതിയിലാണ് എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുകയും, നമുക്കറിയാം ആ വിഷയമാണ് ഗൗരവമായിട്ട് വന്നത്. ആ വിഷയത്തിൽ പിറ്റേ ദിവസം കേരളത്തിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ശക്തമായ ആ വിഷയം ഉന്നയിച്ച സമയം, ഞാൻ പറയുന്നു, അവിടെ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല, ഒരു പരാതി പറഞ്ഞിട്ടില്ല, ഏത് രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞിട്ടില്ല,
പിന്നീടാണ് മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ റിനി എന്ന് പറയുന്ന യുവനടിക്ക് അശ്ലീലമായ മെസ്സേജുകൾ അയച്ചു എന്ന അവരുടെ ഒരു പരാതി. അങ്ങനെയാണ് മാധ്യമങ്ങളിലൂടെ വന്നപ്പോൾ തന്നെ സമീപകാലത്ത് നല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇതുവരെ ചെയ്യാത്ത ഒരു നടപടി, മാതൃകാപരമായ പ്രവർത്തനം ഞങ്ങൾക്ക് പറയാൻ കഴിയും. ആ സമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റി. തീർന്നില്ല, ഇതൊരു 24 hours പോലും പിന്നിട്ടിട്ടില്ല. അതിനു മുമ്പ് ഞങ്ങളത് മാറ്റി. അതിനുശേഷം പിന്നീട് കോൺഗ്രസിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹത്തെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു. പോരാ, അത് കഴിഞ്ഞ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന്, കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തി വേറൊരു ബ്ലോക്കായി അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന് സ്പീക്കർക്ക് കത്ത് നൽകി മാറ്റി നിർത്തി. അപ്പോഴും പരാതിയില്ല. പിന്നീടാണ് പരാതി വരുന്നതും ആ പരാതി വന്ന് മുഖ്യമന്ത്രി അത് പോലീസിന് കൊടുത്ത് FIR ഇടുന്നത് മുമ്പ് തന്നെ, പരാതി വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു യുവതി പരാതി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്നും പൂർണ്ണമായി പുറത്താക്കി. ഒരു MLA കൂടിയായ അത് കഴിഞ്ഞ് ഇതുപോലെ ഒരാളാണ്, ഞാൻ പറഞ്ഞു അതിന്റെ ഓരോ നടപടികൾ ഞാൻ പറഞ്ഞല്ലോ. അവിടെ ഒരു വ്യക്തിയുടെ അറിയാമായിരുന്നില്ലേ ഫാറൂഖ്? അല്ല, ഞാൻ പറയുന്നു ഓരോ പരാതി വരുന്നതിന് മുമ്പുള്ള നടപടികൾ ഞാൻ പൂർത്തീകരിക്കട്ടെ. അത് കഴിഞ്ഞ് മെയിൽ KPCC പ്രസിഡന്റിന് ഒരു യുവതിയുടെ മെയിൽ വന്നു. ഫ്രം പേരൊന്നുമില്ലാതെ ഒരു മെയിൽ വന്നു. ആ മെയിൽ ഞങ്ങൾ കാത്തു നിൽക്കാതെ അപ്പോൾ തന്നെ ഫോർവേഡ് ടു DGPക്ക് ഫോർവേഡ് ചെയ്തു. അതാണ് മാതൃകാപരമായ ഒരു പ്രവർത്തനം. ഇതെല്ലാം ഞങ്ങൾ നടത്തി. ഞങ്ങൾ അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പരാതി വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു മെയിലിൽ പരാതി വന്നപ്പോൾ, ആ പരാതിയുമായി ബന്ധപ്പെട്ട് നേരെ DGPക്ക് എത്രയും പെട്ടെന്ന് കർശനമായ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ പാർട്ടിയാണ്. ഇവിടെയാണ് ഞങ്ങൾ വ്യത്യസ്തമാകുന്നത് CPMൽ നിന്നും മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും. കാരണം പാലക്കാടുള്ള ഒരു DYFIയുടെ യുവതി, ഒരു യുവ DYFIയുടെ പ്രവർത്തക DYFIക്ക് ഒരു പരാതി കൊടുത്തു. പക്ഷേ അതുകൊണ്ട് മാത്രം രാഹുലിന്റെ കാര്യത്തിൽ ഇനിയൊന്നും ചെയ്യാനില്ല, ഞങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറയാൻ കഴിയുമോ? നോക്കൂ, നിങ്ങളാണ് പാലക്കാട്ടെ ജനങ്ങൾക്കുമേൽ രാഹുലിനെ കെട്ടിവെച്ചത്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, അല്ലേ? ഞാൻ പറഞ്ഞു വരട്ടെ, അവിടെ ഈ ഒരു പരാതി ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ് കമ്മിറ്റി കൊടുത്തപ്പോൾ നടപടി ഉണ്ടായില്ല, CPMൽ കൊടുത്തപ്പോൾ നടപടി ഉണ്ടായില്ല. അവസാനം പോളിറ്റ് ബ്യൂറോയില് ബൃന്ദ കാരറ്റിന് പരാതി കൊടുത്തപ്പോൾ പാർട്ടിയാണ് അന്വേഷിച്ചത്. 2 പേര് അന്വേഷണ കമ്മീഷൻ വെച്ചിട്ട് അവർ ഇന്ന് വരെ കാണാത്ത ഒരു ജഡ്ജ്മെന്റ് ഇറക്കി. ആ ജഡ്ജ്മെന്റ് എന്താണ്? ഇവര് ഈ പീഡനം, ഈ ശാരീരികമായ പീഡനം തീവ്രത പോരാ, അതുകൊണ്ട് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് പറയുന്ന പാർട്ടിയാണ് അപ്പുറത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുകേഷിനെ പോലുള്ള ആളുകൾ ഇന്ന് നമുക്കറിയാം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച് കേസിൽപ്പെട്ട മുകേഷ് നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് ഈ ഒരു സമീപനം എടുത്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ അംഗമേ അല്ല. ഇനി ആ അംഗമല്ലാത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിന് ഏത് തീരുമാനമെടുക്കാൻ കഴിയും? അദ്ദേഹത്തിനാണ് തീരുമാനമെടുക്കാൻ കഴിയുക. പിന്നീടുള്ളത് കേരളത്തിലെ സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം സ്പീക്കർക്ക് മറ്റു നിയമ നടപടികളുമായിട്ടും മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഞങ്ങളുടെ നിലപാട് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇന്ത്യ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത രീതിയിൽ ഞങ്ങൾ ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ പരാതി വരുന്നതിന് മുമ്പ് പോലും നടപടികളിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പ്രതിരോധത്തിലും ആകേണ്ട ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇതിലപ്പുറം എന്ത് മാതൃകാപരമായ നടപടിയാണ് ചെയ്യാനുള്ളത്, ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, പരാതി ഉയരുന്നതിന് മുൻപ് തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നു, സസ്പെൻഡ് ചെയ്യുന്നു. പരാതി വന്നതിന് പിന്നാലെ പാർട്ടിയിൽ നിന്നടക്കം പുറത്താക്കുന്നു. എന്നിട്ടും ഇപ്പോഴും എന്തിന് നിങ്ങൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നു? ബഹുമാനപ്പെട്ട അവതാരിക അടക്കമുള്ള കേരളത്തിൽ മനസാക്ഷിയുള്ള മുഴുവൻ മനുഷ്യരും ആഹ്ലാദത്തോട് കേട്ട വാർത്തയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലോ അല്ലെങ്കിൽ സമകാലിക കേരളത്തിലോ നമ്മുടെ നാട് ഇന്നോളം കണ്ടിട്ടില്ലാത്ത നിലയിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കോപാത്ത്, ഒരു സെക്ഷൽ പെർവേർട്ട്. അദ്ദേഹത്തെ ഇന്ന് രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നിപ്പോൾ രാത്രി നമ്മൾ ഈ സംവാദം നടത്തിക്കൊണ്ടിരിക്കുന്ന വേള എത്തുമ്പോഴേക്കും അദ്ദേഹം തടവറയ്ക്കകത്താണ് എന്നുള്ളത് അങ്ങേയറ്റം ആശ്വാസകരമായ വാർത്തകളിലൊന്നാണ്.
ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി മുതൽ ബഹുമാന്യനായിട്ടുള്ള കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വരെ ഈ ദിവസങ്ങളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പച്ചക്കള്ളം, പച്ച നുണയായിട്ടുള്ള ഒരു നരേറ്റീവ് വീണ്ടും ഈ ചർച്ചയിലും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു അനുഭവമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കാണാൻ വേണ്ടി കഴിയാം. ഞാൻ ചില കാര്യങ്ങളിലേക്ക് മാത്രം ആദ്യ അവസരത്തിൽ കിടക്കാമെന്നാണ് കരുതുന്നത്. ഇദ്ദേഹം പറഞ്ഞതുപോലാണോ ഈ വിഷയം കോൺഗ്രസിന്റെ മുന്നിലേക്കും തുടർന്ന് പൊതുസമൂഹത്തിന്റെ മുൻപിലേക്കും എത്തിയത്? അല്ല. രാഹുൽ മാങ്കൂട്ടം എന്ന കോൺഗ്രസിന്റെ പാലക്കാട് MLA, അദ്ദേഹം കോൺഗ്രസിന്റെ MLA ആയി ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് എത്തുന്ന വേളയിൽ അതിനോടൊപ്പം ഇദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ സൈക്കോ വേർഷൻ, ഇദ്ദേഹത്തിന്റെ ക്രിമിനൽ മനോഭാവം, ഇദ്ദേഹത്തിന്റെ ക്രിമിനൽ ചെയ്തികൾ അറിഞ്ഞ ആളുകളല്ല കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം. അതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഇദ്ദേഹം ഇത്തരത്തിലൊരു പാലക്കാട് MLA ഇത്തരത്തിലൊരു സെക്ച്വൽ പെർവേർട്ടാണെന്നും ഒരു കൊടും ക്രിമിനൽ ആണെന്നും നല്ല ബോധ്യമുള്ള ആളുകളായിരുന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം എന്നുള്ളത് ഇപ്പോൾ നേരത്തെ ഫറൂഖ് തന്നെ ആവർത്തിച്ചു പറഞ്ഞ, പരാതി ഉന്നയിച്ച വിവിധ ആളുകൾ അവർ തന്നെ പല ആവർത്തി വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യം ഫറൂഖ് സൂചിപ്പിച്ചത് റിനി ഒരു ഇന്റർവ്യൂവിലൂടെ ഇത്തരത്തിലൊരു പരാമർശം നടത്തി, അത് രാഹുലാണ് എന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ നടപടിയെടുത്തു എന്നുള്ളതാണ്. ഇതേ റിനി തന്നെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് പിതൃതുല്യനായിട്ടുള്ള കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ മുൻപിലേക്ക് തനിക്കുണ്ടായ അനുഭവം വർഷങ്ങൾക്ക് മുൻപ് അവർ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ ആത്മാർത്ഥമായി എനിക്കുള്ള നല്ല ഉറച്ച ബോധ്യത്തോടു കൂടി ഈ സംവാദത്തിനകത്ത് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇദ്ദേഹം MLA ആകുന്നതിന് മുൻപല്ല, ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി ആവുന്നതിന് തന്നെ എത്രയോ മുൻപ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവിധ പരാതികൾ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ കയ്യിലെത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ സംസ്ഥാന പ്രസിഡന്റായി ഉൾപ്പെടെ അവരോധിക്കുന്നതിന് വേണ്ടി മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സ്ഥാനമാനങ്ങൾ വാരിക്കോരി നൽകുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നല്ലേ? അതെ, ഇദ്ദേഹത്തിന് ഈ കാളയ്ക്ക് മൂക്കുകയറിടുന്നതിന് വേണ്ടി കേരളത്തിലെ കോൺഗ്രസിന് മുൻപിൽ അവസരം ഉണ്ടായിരുന്നു. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയാകുന്നതിന് മുൻപ്, അദ്ദേഹത്തിന് പാലക്കാട് നിയമസഭാ സീറ്റ് കൊടുക്കുന്നതിന് മുൻപ്, ഇതിനൊക്കെ മുൻപ് ഇവരുടെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളൊന്ന് ഈ ചർച്ച ചെയ്യുന്ന 3 രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളോ അല്ലെങ്കിൽ 3-4 പരാതികളോ മാത്രമാണോ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ളത്? അതിലും എത്രയോ ഇരട്ടി പരാതി കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ കയ്യിലെത്തിയിട്ടുണ്ട്. എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നതിന് പോയിട്ട് തിരുത്തുന്നതിന് വേണ്ടി ഈ കൂട്ടർ തയ്യാറായിട്ടുണ്ടോ? തയ്യാറാവാത്ത ഘട്ടെത്തിയപ്പോഴാണല്ലോ ഈ പരാതികളുടെ വലിയ പ്രവാഹം ഉണ്ടാവുന്ന നിലയുണ്ടായത്. ഇനി ഞങ്ങൾ പരാതി അറിഞ്ഞപ്പോൾ തന്നെ നടപടിയെടുത്തു എന്ന് പറയാം. ഒരു പരാതി അറിഞ്ഞപ്പോൾ നിങ്ങൾ നടപടിയെടുത്തില്ല. ഇതിന്റെ വിശദാംശങ്ങൾ ഈ പറഞ്ഞ പോലെ സൗണ്ട് ബൈറ്റുകളടക്കം ഇദ്ദേഹത്തിന്റെ ചാറ്റുകളടക്കം പുറത്തേക്ക് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ വരുന്ന ഘട്ടത്തിൽ ഇനിയൊന്നും കോൺഗ്രസിന് ചെയ്യാനില്ല എന്നതാണ് വാദം. അല്ല, ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. പറയൂ. ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. ഈ നിലയ്ക്ക് ഈ വാർത്തകൾ പുറത്തേക്ക് വന്ന ഘട്ടത്തിലാണ് ഇവർ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. അത് മാറ്റിയായിരുന്നോ? തൊട്ട് മുൻപത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് വടകര MP ഇവരുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്താ പറഞ്ഞത്? അദ്ദേഹം ധാർമ്മികതയുടെ പുറത്ത് സ്വയം മാറി നിന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ അദ്ദേഹത്തിന്റെ ബൈറ്റ്. ആ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ബൈറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അത് കഴിഞ്ഞ് രണ്ടാമത് KPCC പ്രസിഡന്റ് കയ്യിലേക്ക് പരാതി വീണ്ടും കിട്ടിയപ്പോൾ ഞങ്ങൾ വീണ്ടും DGPക്ക് കൈമാറി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അല്ല, അതിനുശേഷവും വിവിധ പരാതികൾ ഇവരുടെ കൈകളിലേക്ക് ലഭിക്കുന്ന നിലയുണ്ടായിരുന്നു. വിവിധങ്ങളായിട്ടുള്ള ആരോപണങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തുന്ന നിലയുണ്ടായിരുന്നു. ഒരു നടപടിയെടുത്തില്ല. ഒരു യുവതി പരാതി KPCCയുടെ പ്രസിഡന്റിന് കൊടുക്കുന്നതിനോടൊപ്പം മീഡിയ വൺ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്കും ആ പരാതിയുടെ കോപ്പി കൊടുത്തു. KPCC പ്രസിഡന്റിന്, രാഹുൽ ഗാന്ധിക്ക്, പ്രിയങ്ക ഗാന്ധിക്ക്, കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ആ പരാതിയുടെ കോപ്പി കിട്ടിയ പരാതി പുറത്തേക്ക് വന്നു എന്ന ഘട്ടത്തിൽ അവർ DGPക്ക് കൈമാറാൻ വേണ്ടി തയ്യാറായത്. ഇനി ഇതടക്കം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഏത് ഘട്ടത്തിൽ ഇവർ പുറത്താക്കി എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നത്? ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപിൽ ഈ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ സെഷൻസ് കോടതിക്ക് മുൻപിൽ ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച് ആദ്യഘട്ടത്തിൽ ആ ജാമ്യാപേക്ഷ തള്ളുന്ന
പൊള്ളുന്നത് വരെ ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നതിന് വേണ്ടി കാത്തിരുന്ന ആളുകളാണ്. ഇനി ഈ ഘട്ടത്തിൽ ഞങ്ങൾ പറയുകയാണെന്നേ, ഇവർ ഈ ഡിസ്മിസ് ചെയ്തു എന്ന് പറഞ്ഞ് വലിയമായി വർത്തമാനം പറയുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കൾ അദ്ദേഹത്തിന് ഈ ടേം അവസാനിക്കുന്നത് വരെ MLA പദവിയിൽ തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമൊരുക്കി കൊടുക്കൽ കൂടിയായിരുന്നില്ലേ ഈ ഡിസ്മിസൽ? ആർജവമുള്ള കോൺഗ്രസിന്റെ നേതൃത്വമായിരുന്നു കേരളത്തിലെങ്കിൽ അവർ ആ ഘട്ടത്തിൽ സ്വീകരിക്കേണ്ട സമീപനം എന്താ? കോൺഗ്രസ് ടിക്കറ്റ് കൊടുത്ത് നിയമസഭയിലേക്ക് മത്സരിച്ച ഒരാൾ, കൈപ്പത്തി ചിഹ്നത്തിൽ നിയമസഭയിലേക്ക് മത്സരിച്ച ഒരാൾ, കോൺഗ്രസിന്റെ രാഷ്ട്രീയം ജനങ്ങളോട് പറഞ്ഞ് ആ രാഷ്ട്രീയത്തിനെ വോട്ട് ചെയ്തുകൊണ്ടാണല്ലോ, അല്ലാതെ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ലീലാവിലാസങ്ങൾക്ക് ജനങ്ങൾ കൊടുത്ത വോട്ടല്ലല്ലോ, കോൺഗ്രസിന് കിട്ടിയ വോട്ടല്ലേ. അങ്ങനെ കോൺഗ്രസിന് എന്ന് പറഞ്ഞ് വോട്ട് മേടിച്ച് നിയമസഭയിൽ ഇരിക്കുന്ന ഒരാളെ അടിയന്തരമായി രാജിവെക്കണം, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ രാജിവെച്ചൊഴിയണം എന്നാവശ്യപ്പെട്ടതിന് ശേഷം ഇദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യുക എന്ന മാന്യമായിട്ടുള്ള ഒരു സമീപനത്തിലേക്ക് സമൂഹത്തെ ആകെ ഗുരുതരമായ പരാതികൾ നേതൃത്വത്തിന്റെ മുന്നിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് രാജി ആവശ്യപ്പെട്ടില്ല? നിങ്ങൾ അതൊരു പുറത്താക്കലിൽ ഒതുക്കി അന്ന് ആവശ്യപ്പെടാമായിരുന്നല്ലോ. കാരണം പാലക്കാട്ടെ ജനങ്ങൾ വോട്ട് ചെയ്തത് കോൺഗ്രസിനാണ്, കൈപ്പത്തി ചിഹ്നത്തിനാണ്. അവിടെയുള്ള ജനങ്ങൾക്ക് മുന്നിലെങ്കിലും അതിൽ ഒരു ആത്മാർത്ഥമായ മറുപടി പറയേണ്ടതില്ലേ കോൺഗ്രസ്? ഇവിടെ ഞാൻ ഒരൊറ്റ കാര്യം, ശ്രീ അർഷോ അദ്ദേഹം ഇവിടെയൊക്കെ സംസാരിക്കുമ്പോൾ പഴയകാല ഓർമ്മകളൊക്കെ എനിക്ക് വരികയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഒരു വനിത, ഒരു പ്രവർത്തകയൊക്കെ അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത്. ഇവരൊക്കെ സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞങ്ങളിവിടെ ഒരു കാര്യം ചോദിച്ചു. മുകേഷിന്റെ പേരിൽ FIR നിങ്ങൾ ആവർത്തിച്ചു പാടി ആ പാട്ട് ഇവിടെ കുറെ പാടി പേടിപ്പിക്കല്ല ഹർഷോ, പാടിയതല്ലോ. ഇവിടെ ഒരു പരാതി പോലും ഇല്ലേ? എന്താ പറഞ്ഞത്? ഫറൂഖെ, ഒരു ക്രിമിനലിനെ, ഒരു സെക്ഷൽ പെർവേർട്ടിനെ ഇതുപോലൊരു ഫ്ലോറിൽ ഇങ്ങനെ ന്യായീകരിക്കാൻ പറ്റണല്ലേ? ഞാൻ സംസാരിച്ചോട്ടെ. ഞാൻ എവിടെയെങ്കിലും ന്യായീകരിച്ചിട്ടുണ്ടോ? ഞാൻ സംസാരിച്ചോട്ടെ. ഇവിടെ മുകേഷിനെതിരെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിച്ച ഒരു MLA ആണല്ലോ. ആ മുകേഷിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു നടപടി പോയിട്ട് ഒരു 2 വരി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാൻ CPMന്റെ ഏതെങ്കിലും ഒരു നേതാവിന് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യണം. നിങ്ങൾ പുറത്താക്കണ്ട, നിങ്ങൾ സസ്പെൻഡ് ചെയ്യണ്ട, നിങ്ങൾ ബ്ലോക്ക് മാറ്റിയിരുത്തണ്ട, നിങ്ങൾ പാർലമെന്ററി പാർട്ടി ബോർഡിൽ നിന്ന് ഒഴിവാക്കണ്ട. ഇതിന് മറുപടി തരണം. ഒരു രണ്ട് വരിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അർഷോടെ കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ കണ്ടില്ലല്ലോ. ഇതുപോലെ FIR ഇട്ട് ഇന്ന് കോടതിയിൽ നമുക്കറിയാം കേസുള്ള മുകേഷിനെതിരെ ഒരു നടപടിയും എടുക്കാതെയാണ് ഞങ്ങൾക്കെതിരെ ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ എന്തൊരു തൊലിക്കട്ടിയാണ് മിസ്റ്റർ ഹർഷോ. അവിടെയല്ലേ ഞങ്ങൾ വ്യത്യസ്തമാകുന്നത്? ഞങ്ങൾ പാർട്ടിയിലില്ലടോ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ വ്യക്തി ഇപ്പോൾ പാർട്ടിയിലില്ല, കോൺഗ്രസ് പാർട്ടിയിലില്ല, വരും കാല വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. ഇതുപോലെ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. വലിയൊരു ചോദ്യമല്ലേ? ഇതൊരു മാതൃകയല്ലേ? ഈ മാതൃകാ പ്രവർത്തനം ഞങ്ങളല്ലാതെ ആരാ നടത്തിയിട്ടുള്ളത്? ഇനി മുകേഷ് മാത്രമാണോ? ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ശശിക്കെതിരെ നടപടി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ തന്നെ മൂന്നാറിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞു ഒരു സ്ത്രീ. ആ സ്ത്രീ ആരാണ് മൂന്നാറിലേക്ക് വിളിപ്പിച്ചത്? ഒരു മന്ത്രിയാണ് ഈ സ്ത്രീയെ മൂന്നാറിലേക്ക് വിളിപ്പിച്ചത്. അറിയില്ലേ? പൂച്ചക്കുട്ടി, നായിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് രാത്രി സംസാരിക്കുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു. എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തത്? അപ്പൊ അവിടെ നിന്നും എല്ലാം വ്യത്യസ്തമായി ഞങ്ങൾ ഒരു മാതൃകാപരമായി ഞങ്ങൾ ഒരു നടപടി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നിയമപരമായി ഞങ്ങൾ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇന്നലെ രാത്രി 12 മണി കേൾക്കല്ലേ? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, ഇന്നലെ രാത്രി 12 മണിക്ക് പാലക്കാട് KPM റീജൻസിയിൽ നിന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്ത് ഈ നിമിഷം വരെ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹത്തിനെ പ്രതിരോധിച്ചുകൊണ്ട്, അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അദ്ദേഹത്തിന് നിയമത്തിന്റെ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ? തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ആരോ കേട്ടില്ല? ഹലോ,
മഹിളാ കോൺഗ്രസിന്റെ ഒരു നേതാവാണ്, അവരുടെ പേര് ബിന്ദു എന്നോ മറ്റോ ആണ്. അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിജീവിതമാരെ തള്ളിക്കൊണ്ടാണ്. ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ പറയുന്നത് പാർട്ടിയുടെ മെയിൻ ലീഡേഴ്സ് ഒരാള് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ പലരും പലതും അല്ല, ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ രാഹുലിനെ പിന്തുണച്ച് രാഹുലിനെ ചേർത്ത് നിർത്താൻ ആളുണ്ട് എന്നതാണ് സൂചിപ്പിച്ചത്. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ വിഷയത്തിൽ അനുകൂലമായി പറയുന്നുണ്ടെങ്കിൽ അവരെ ഈ പാർട്ടി അതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കുമെന്നുള്ള അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇത്രയും ക്രിസ്റ്റൽ ക്ലിയറായ ഒരു സമീപനം ആരാണ് എടുത്തിട്ടുള്ളത്? കോൺഗ്രസ് അല്ലാതെ വേറെ ആരും എടുത്തിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഈ കേസുമായി ഞാൻ ഒരു ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ശബരിമലയില് ശാസ്താവിന്റെ സ്വർണം അടിച്ചുമാറ്റി. ആ അടിച്ചുമാറ്റിയതിൽ മുൻ MLA ആണ് പത്മകുമാർ ഉണ്ട്, CPM-ന്റെ സമുന്നതനായ നേതാവ് വാസു ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു വലിയ കേസാണല്ലോ ഈ അയ്യന്റെ സ്വർണം, ദൈവത്തിന്റെ സ്വർണം പോലും അടിച്ചു മാറ്റിയ ലോക ചരിത്രത്തിൽ ഇതുപോലത്തെ ഒരു ഭരണാധികാരികൾ ഉണ്ടാവും. അത് അടിച്ചു മാറ്റിയിട്ട് CPM-ന്റെ ഇത്രയും ഉന്നതരായ നേതാക്കന്മാരുണ്ടായിട്ട് നിങ്ങൾ ഒരു വാക്ക് പറയാൻ അല്ലെങ്കിൽ ഒരു വാക്ക് കുറിക്കാൻ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാൻ ഈ സമയം പോലും തയ്യാറായിട്ടില്ല എന്നുകൂടി നിങ്ങൾ ഓർക്കണം. അവരൊക്കെ സപ്പോർട്ട് ചെയ്യാണ്. എന്താ MV ഗോവിന്ദ മാഷ് പറഞ്ഞത്? നമ്മൾ പലപ്പോഴായി CPM-നോട് ചോദിക്കുന്ന ചോദ്യം കൂടിയാണ്. എന്ത് നടപടിയാണ്? ആർഷോ നോക്കൂ, ഈ സ്ത്രീപക്ഷ നിലപാട് വലിയ രീതിയിൽ എടുക്കുന്നതാണ് ഇടതുമുന്നണി CPM എന്ന് പറയുമ്പോഴും ഇതേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരെയും ഉയരുന്നുണ്ട്. മുകേഷിനെതിരെ, ഗണേഷ് കുമാറിനെതിരെ പരാതിയുണ്ട്. എന്തിന് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ വരെ സമാനമായ പരാതികൾക്ക് ഉയർന്നു വന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ധാർമ്മികതയാണ് കോൺഗ്രസിനെതിരെ ചോദ്യം ഉന്നയിക്കാൻ എന്നതുകൂടി ഉണ്ട് കേട്ടോ. ബഹുമാനപ്പെട്ട അവതാരക ഏത് ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഈ ചോദ്യം? ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞ വർത്തമാനത്തെ അതേ നിലയ്ക്ക് ആവർത്തിക്കാൻ വേണ്ടി തയ്യാറായത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിൽ സമാനതകളുള്ള ഒന്നാണോ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്ന വിവരങ്ങൾ, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇനിയും വരാനിരിക്കുന്ന വിശദാംശങ്ങൾ സമാനതകളുള്ള ഒന്നാണോ? അതെ, സമാനതകളില്ലാത്ത നിലപാട് സ്വീകരിച്ചതിന്റെ അനുഭവം ആവർത്തിച്ച് പറയാതിരിക്കും ഫറൂഖെ. കാരണം ഇത് സമാനതകളില്ലാത്ത ഈ ക്രൂരത ഇതിനു കേരളത്തിൽ ആരും പ്രവർത്തിച്ചില്ല. അത്രമേൽ കൊടും കുറ്റവാളിയായിട്ടുള്ള ഒരാൾ അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിന്റെ ടിക്കറ്റിൽ MLA ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ഒരു നിലക്കും എന്താ പറയാ സംരക്ഷിക്കാൻ വേണ്ടി പോയിട്ടില്ല, ഈ നിമിഷം വരെ ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് വേണ്ടി നാമകീർത്താൻ വേണ്ടി പോയിട്ടില്ല എന്നൊക്കെ പറയുന്നത് ആരെ നോക്കിയിട്ടാണ്? ഇദ്ദേഹം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പണം കൊടുത്തു പോറ്റുന്ന സൈബർ വെട്ടുകളി സംഘം, അത് കോൺഗ്രസിന്റെ ഔദ്യോഗിക സൈബർ വെട്ടുകളി സംഘമല്ലേ? ഇദ്ദേഹത്തിനെതിരെ നിലപാട് സ്വീകരിച്ച മുഴുവൻ മനുഷ്യരെയും എത്രമാത്രം നീചമാം വിധമാണ് ഇവർ വ്യക്തിഹത്യ നടത്തുന്നതിന് വേണ്ടിയും സൈബർ ബുള്ളിങ് നടത്തുന്നതിന് വേണ്ടിയിട്ടും ഈ കാലയളവിൽ തയ്യാറായിട്ടുള്ളത്. ഇനി ഒരു പിന്തുണയും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ ഒളിച്ച് നിയമസഭാ സമ്മേളനത്തിന് പോകുന്നതിന് വേണ്ടി ഒളിച്ചുപോയ ഘട്ടത്തിൽ കൂടെ പോയ ആളുകളാരാ? സംരക്ഷണാവധി ഒരുക്കിയ ആളുകളാരാ? തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളല്ലേ? ഇദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് മഹിളാ കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ ഭാരവാഹി ഉൾപ്പെടെയുള്ള ആളുകൾ അതിജീവിതകളെ അടക്കം അപമാനിക്കുന്ന നിലയിലേക്കുള്ള ഇടപെടൽ നടത്തിയില്ലേ? പോലീസ് കേസെടുത്തില്ലേ? ഇവർ എന്തെങ്കിലും നടപടിയെടുത്തു? സംഘടന നടപടിയെടുത്തു? ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പരാതികളിലൊക്കെ കൂട്ടുപ്രതിയല്ലേ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ഈ പറഞ്ഞൊരു ഫെനി നൈനാൻ? ഇവരെന്തെങ്കിലും സംഘടന നടപടിയെടുത്തോ? ഒരു നിലക്കുള്ള നടപടിയെടുത്തില്ല. നിങ്ങൾ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പൊടിയിടലിനോടൊപ്പം തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അടക്കം ഈ പറഞ്ഞ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ KC വേണുഗോപാലിന്റെ ഭാര്യ അടക്കം, കേരളത്തിൽ നിന്നുള്ള വനിതാ MLA-മാരായിട്ടുള്ള KK രമ അടക്കം, ഉമാ തോമസ് അടക്കം, കോൺഗ്രസ് ഷാനിമുൾ ഉസ്മാനെ പോലുള്ള കോൺഗ്രസിന്റെ വനിതാ നേതാക്കളെ, ബിന്ദു കൃഷ്ണയെ പോലുള്ള കോൺഗ്രസിന്റെ വനിതാ നേതാക്കളെ, അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഘട്ടത്തിൽ ഏത് വിധത്തിലാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക സൈബർ ഹാൻഡിലുകൾ അവർക്കെതിരെ നീങ്ങിയത് എന്നുള്ളത് ഈ നാട് കണ്ടിട്ടുള്ളതാ. നിങ്ങളുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവ് KC വേണുഗോപാലിന്റെ ഭാര്യയ്ക്ക് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് 15 മിനിറ്റ് നേരം തുടർച്ചയായിട്ട് അവരുടെ വാളി പ്രദർശിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത് കേരളം കണ്ടതാ. നിങ്ങൾ പ്രതിപക്ഷ നേതാവിന് പേരിട്ട് കൊടുത്തിരുന്നല്ലോ. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് നിങ്ങൾ പേരിട്ട് കൊടുത്തിരുന്നല്ലോ. കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ, ഷാഫി പറമ്പിലിന്റെ അവർ പണം കൊടുത്തു നയിച്ചുകൊണ്ടിരിക്കുന്ന സൈബർ വെട്ടുകളി സംഘം എന്ത് നിലപാടങ്ങൾ സ്വീകരിച്ചത്? ഒരു നിലപാടും സ്വീകരിച്ചില്ല.
നിങ്ങൾ മൗന പിന്തുണ കൊടുത്തു. അത് കൊടുത്തിട്ട് ഇപ്പോഴും വന്നിരുന്നിട്ട് ഈ രാത്രിയും വന്നിരുന്നിട്ട് ഈ വൃത്തിയായിട്ടവനെ ന്യായീകരിക്കുന്നതിലൂടെ അന്തസ്സുണ്ടോ ഫറൂഖെ? അന്തസ്സുണ്ടോ? നിങ്ങൾ സാമൂഹ്യ ഞങ്ങളും ഇന്ന് പുൽപ്പായയിൽ കിടന്നുറങ്ങും എന്ന് പറയുന്ന കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരെ കാണാൻ ഇതാണ് ഇവരുടെ നിലപാട്. നിങ്ങളുള്ള പാലക്കാട് ജില്ലയിൽ ഒരു CPM-ന്റെ MLA ഒരു പാവപ്പെട്ട ഈ DYFI-യുടെ യുവതിക്ക് നേരെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നുള്ള പരാതിയിൽ അർഷോയുടെ സമീപനം എന്തായിരുന്നു? അർഷ എന്താ പറഞ്ഞത്? അർഷയുടെ മറുപടി എന്തായിരുന്നു? ഒന്ന് പറയും. അപ്പുറത്തുള്ള ആ കാര്യത്തിലെ നിലപാട് എന്താ? ഈ നിലക്കാണെന്നെ ഫാറൂഖ് സംസാരിക്കൂല, വേറെ ആരും സംസാരിക്കൂല. ഫാറൂഖെ അവതാരക ചർച്ചക്കകത്ത് നിയന്ത്രിക്കാനാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ഞാൻ എന്തായാലും നിയന്ത്രിക്കാം. ഞാൻ രണ്ടുപേരിലേക്ക് വരാം. ഞാനൊന്ന് വളരെ പെട്ടെന്ന് ഇടവേളയിലേക്ക് പോകുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ആദ്യമായി ഒരു തുറന്നു പറച്ചിൽ നടത്തിയ നടി റിനി കൂടി സ്പെഷ്യൽ എഡിഷനിൽ ചേരുന്നതാണ്. റിനി നോക്കൂ, റിനി തൊടുത്തുവിട്ട ആയുധമാണ് ഇന്നിപ്പോൾ രാഹുലിന് മേൽ പതിച്ച് ഇപ്പോൾ സബ് ജയിലിലായിരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ പലവിധ പരാതികൾ അത് ഉയർന്നു വന്നു. 2 കേസുകൾ എടുത്തു. പക്ഷെ അതിലൊക്കെ കോടതിയിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടി. രാഹുലിന് പുറത്ത് ഞെളിഞ്ഞു നടക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ജയിലിലായിരിക്കുന്നു. എത്രത്തോളം അഭിമാനവും സന്തോഷവും തോന്നുന്നു റിനിക്കിപ്പോൾ? വലിയൊരു അഭിമാനവും ചാരിതാർത്ഥ്യവും ഉണ്ട്. കാരണം അതിജീവിതകൾ മുന്നോട്ട് വന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ വിഷയത്തിൽ പെൺകുട്ടികൾ ഭയന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് പ്രചോദനമാവാൻ അല്ലെങ്കിൽ പെൺകുട്ടികൾ സംസാരിക്കാൻ ഒരു കാരണമായി എന്നെനിക്ക് വലിയൊരു അഭിമാനമുണ്ട്. കാരണം ഞാൻ ആദ്യം ഈ വിഷയം പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വേട്ടക്കാരനാണ് കരയേണ്ടത്, ഇര ചിരിച്ചുകൊണ്ട് ലോകത്തെ ഫേസ് ചെയ്യണം എന്ന് പറഞ്ഞു. ആ ഒരു സ്റ്റേറ്റ്മെന്റിന് ശേഷം പിന്നീട് നമ്മൾ കണ്ടു ആക്രമിക്കപ്പെട്ട നടിയുടെ കേസിലാണെങ്കിലും അവർ തുറന്ന് അവരുടെ തന്നെ പ്രൊഫൈലിൽ നിന്ന് വെരിഫൈഡ് പ്രൊഫൈലിൽ നിന്ന് അവർ തുറന്നു പറഞ്ഞു. അതിനുശേഷം ഒരു സിസ്റ്റർ മുന്നോട്ട് വന്ന് അവരുടെ മുഖം കാണിച്ച് സംസാരിച്ചു. അതിനുശേഷം ഈ വിഷയത്തിലാണെങ്കിൽ അതിജീവിതകൾ ധൈര്യമായി മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു മാറ്റം സൃഷ്ടിക്കാൻ, സ്ത്രീകൾക്കിടയിൽ ഒരു വലിയൊരു മുന്നേറ്റം സൃഷ്ടിക്കാൻ, അതായത് തങ്ങൾ ആക്രമിക്കപ്പെടേണ്ടവരും മിണ്ടാതിരിക്കപ്പെടേണ്ടവരുമാണ് എന്നൊരു തോന്നലിൽ നിന്ന് മാറ്റം കൊണ്ടുവരാനും ഞങ്ങൾ ശബ്ദിക്കേണ്ടവരാണ്, പ്രതികരിക്കേണ്ടവരാണ്. നമ്മൾക്കുണ്ടായ പ്രശ്നം അത് സമൂഹത്തിന്റെ മുന്നിൽ പറയുന്നതിൽ ഒരു തെറ്റില്ല. അതായത് ഇര എന്ന് പറയുമ്പോൾ എന്തോ സ്ത്രീക്ക് മാത്രമാണ് എല്ലാം നഷ്ടപ്പെട്ടത്, പുരുഷനൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെയുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്സിന് വലിയൊരു മാറ്റം സ്ത്രീജനങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട്, ഇനിയും മുന്നോട്ട് വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു തുറന്നു പറച്ചിലിന് തയ്യാറായില്ലെങ്കിൽ, നേതൃത്വത്തിന് ഒരു പരാതി നൽകാൻ തയ്യാറായില്ലെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല എന്ന് തോന്നിയിരുന്നു. അതല്ല, എനിക്ക് തോന്നുന്നു ഒരു ധൈര്യം വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് നേരെ ഉണ്ടായ സൈബർ അറ്റാക്ക് എല്ലാവർക്കും അറിയാലോ. പക്ഷെ ആ സമയത്ത് പോലും ഞാൻ വളരെ സ്റ്റേൺ ആയിട്ട് നിന്നു. എന്നെ ഇതൊന്നും ബാധിച്ചിട്ടില്ല. കാരണം ഞാൻ എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ മനസാക്ഷിയോട് മാത്രമാണ് ചോദിക്കുന്നത്. അതായത് ഞാൻ ഒരിക്കലും ഒരാളെയും റോങ്ങിലി അക്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അതിന് ഞാൻ എതിരാണ്. കാരണം ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ റോങ്ലി അക്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. എൻ്റെ ധാരണയുടെ അടിസ്ഥാനങ്ങളിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനെ ആര് വന്ന് കുറ്റപ്പെടുത്തിയാലും എന്താ പറയുക, മലകൾ തമ്മിൽ മാറിപ്പോയാലും എൻ്റെ തീരുമാനത്തിന് മാറ്റില്ല. കാരണം എൻ്റെ ഭാഗത്ത് ശരിയുണ്ട്, എൻ്റെ ഭാഗത്ത് സത്യസന്ധതയുണ്ടെന്ന് അതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ റിനി, ഇപ്പോഴും അന്ന് തൊട്ട് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് റിനിക്ക് നേരിടേണ്ടി വന്നിരുന്നു. ഇപ്പോഴും അതേ രീതിയിലുള്ള ഭീഷണികളും സൈബർ അറ്റാക്കും ഒക്കെ നേരിടേണ്ടി വരുന്നുണ്ടോ റിനിക്ക്? അതിനൊക്കെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോഴും വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ്. ഞാൻ ഈ വിഷയത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് പോലും എന്നെ പല പേരുകൾ വിളിക്കുക, ചില പേരുകൾ നൽകി എന്നെ ഇപ്പോഴും അത് നിർബാധികം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 3 അതിജീവിതകൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെയും അപമാനിച്ചുകൊണ്ട്
എത്രത്തോളം ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യാൻ പറ്റുമോ അതുപോലെ എല്ലാം ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം വരും എന്ന് പ്രതീക്ഷിക്കുന്നില്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ മനസാക്ഷിയുടെ അടിസ്ഥാനത്തിലുമാണ് നിൽക്കുന്നത്. പക്ഷെ ഇങ്ങനെ കുറ്റം പറയുന്നവർ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതൊരു സ്ത്രീ പുരുഷ വിഷയമല്ല. ഇതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്. ജനങ്ങളെ പ്രതിനിധീകരിച്ച് നിയമസഭാ സാമാജികനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി, അപ്പൊ ഇവര് ഗുരുതരമായ പരാതികളും ആരോപണങ്ങളും ഉയർന്നു വന്നിട്ട് കേസെടുത്തിട്ടും ഇപ്പോഴും MLA സ്ഥാനത്ത് തുടരുകയാണ്. ഞാൻ പറയുന്നത് MLA സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതാണ്. കാരണം ആ വ്യക്തിക്ക് എന്തെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ, എന്തെങ്കിലും കുറ്റബോധമുണ്ടെങ്കിൽ, ഞാൻ ചെയ്തത് ശരിയാണോ എന്ന് സ്വയം ആലോചിക്കുന്നുണ്ടെങ്കിൽ മാറി നിൽക്കണം. ഇനി അതല്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് സ്വയം കരുതുന്നതെങ്കിൽ മാറി നിന്ന് ആ ജനങ്ങൾക്കിടയിലുള്ള ആ ഊഹാപോഹങ്ങളും സംശയങ്ങളും മാറ്റണം. ജനങ്ങളുടെ അന്തസ്സിനെ, അവിടുത്തെ ജനങ്ങളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയായി നിലനിൽക്കാൻ പാടില്ല. മാറി നിന്ന് സ്വന്തം ശരി എന്താണെന്ന് വെച്ചാൽ ശുദ്ധീകരിച്ച് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. പക്ഷെ ഇങ്ങനെ ഒരു ഊഹാപോഹങ്ങൾക്കിടയിൽ ഇങ്ങനെ ജനപ്രതിനിധിയായി നിൽക്കുന്നതിനോ അംഗീകരിക്കാൻ കഴിയില്ല. മാറി നിൽക്കേണ്ടത് തന്നെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ശുദ്ധീകരിച്ചു, ഞാൻ ഉദ്ദേശിച്ച് ശുദ്ധീകരിച്ച് വരുന്നു എന്നുള്ളതല്ല. അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അയാൾ കരുതുന്നതെങ്കിൽ അയാൾ പ്രൂവ് ചെയ്യട്ടെ, അയാൾ ശുദ്ധനാണെന്ന് അയാൾ പ്രൂവ് ചെയ്യട്ടെ. അതുവരെയെങ്കിലും മാറി നിൽക്കാനുള്ള ഒരു സാമാന്യ മര്യാദ ഒരു ജനപ്രതിനിധിക്ക് ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുപോലെ ആ പാർട്ടി അവർ നല്ല നിലപാടുകൾ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനോട് അത് സ്വാഗതാർഹം തന്നെയാണ്. എന്നാൽ പോലും പാർട്ടി ടിക്കറ്റിൽ, പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ഒരു MLA ആയി ഇപ്പോഴും അദ്ദേഹം ഉണ്ട് എന്നുള്ളത് ആ പാർട്ടി നേതൃത്വം ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജി ആവശ്യപ്പെടണമായിരുന്നു അല്ലേ കോൺഗ്രസ് നേതൃത്വം? അല്ല, അവരതിനനുസരിച്ചുള്ള, അതായത് ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളത് മാത്രമല്ലല്ലോ, ഒരു ജനപ്രതിനിധിയായി നിലനിൽക്കുന്നു എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. അതായത് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ, ഊഹാപോഹങ്ങളിലും ആരോപണങ്ങളിലും ഒക്കെ നിൽക്കുന്ന ഒരു വ്യക്തി, അത് ഇനി തെളിയിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ പോലും ആ ജനങ്ങൾക്കൊരു അന്തസ്സുണ്ടല്ലോ. അവർ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി ഇങ്ങനെയാണ് എന്ന് ചാനലിലൂടെ വരുമ്പോൾ, ഇങ്ങനെയാണെന്ന് സ്ത്രീകൾ പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നമില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും മാറി നിൽക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ട് അത് കേൾക്കാത്തതാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇനിയാണെങ്കിലും അതിനുള്ളൊരു പ്രവർത്തനം എല്ലാവരുടെ ഭാഗത്തും, ജനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും, അതിനി സ്പീക്കറിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും, ഇനി ആ പാർട്ടിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാകേണ്ടതാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ശരി ശരി ശ്രീ രജിത് മാറ, നോക്കൂ, 3 പരാതികളാണ്. കഴിഞ്ഞ 2 പരാതികളിലും സമാനമായ ആരോപണങ്ങൾ, അതിലും ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ മൂന്നാമത്തെ ഈ പ്രവാസി യുവതി നൽകിയ പരാതിയിലും പറയുന്നത്. ഇങ്ങനെ തുടർച്ചയായി ഇതുപോലെയുള്ള ബലാത്സംഗ പരാതികൾ ഉയർന്നു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സെക്ഷൽ പെർവേർട്ട് ആണ് എന്ന് കോടതിയിൽ തെളിയിക്കാൻ സഹായകരമാകില്ലേ? സെക്ഷൽ പെർവേർട്ട് ആണ് എന്നുള്ളത് കോടതിയിൽ ദാറ്റ് വിൽ ബി ഓഫ് നോ കൺസേൺ അറ്റ് ഓൾ ഫോർ ദി കോർട്സ്. കാരണം അത് അയാളുടെ മാനസിക നില മാത്രമായിരിക്കും. ഐ ഡോണ്ട് തിങ്ക് ഹീസ് എ സെക്ഷൽ, അങ്ങനെ ഒരു നിഗമനമൊന്നും കോടതിയിലേക്ക് അത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇതൊരു സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നിരുന്നത് വിത്തൗട്ട് കൺസെന്റ് ആണോ, അത് റേപ്പിന്റെ ഡെഫിനിഷന്റെ കീഴിൽ വരുമോ എന്നുള്ളതാണ് നോക്കേണ്ട കാര്യമുള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു ലാർജർ ക്വസ്റ്റ്യൻ നമ്മൾ ഈ ചർച്ചകളിൽ മിസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇതേപോലത്തെ സാഹചര്യങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളപ്പോഴും ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ അദ്ദേഹത്തിനെ കൊണ്ട് എറക്ട് ചെയ്യാൻ ഉണ്ടാക്കിയ സാഹചര്യങ്ങളിലുള്ളവരും റെസ്പോൺസിബിൾ ആണല്ലോ. അങ്ങനെ റെസ്പോൺസിബിൾ ആയവരെ കൂടി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ചങ്കൂറ്റം കോൺഗ്രസ് പാർട്ടി ഒരു കാലത്ത് കാണിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലത്തെ ചങ്കൂറ്റം കാണിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇത്രയും പറയുകയാണെങ്കിൽ അതും കൂടി ചെയ്യാനുള്ള സാഹചര്യം അവരുണ്ടാക്കണം. കാരണം ഇദ്ദേഹത്തിന്റെ പല സർക്കസുകളും നമ്മൾ കണ്ടതാണ്. പല സാഹചര്യങ്ങളിലും ഇദ്ദേഹം ഉണ്ടാക്കിയ സർക്കസ് നമ്മൾ കണ്ടാണ്. ആ സർക്കസിന് കൊട പിടിച്ചതോ അതില്ലെങ്കിൽ ആ സർക്കസിന് കൂടെ നിന്നവരും ഇതിന് പലപ്പോഴും സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അവരോടും പാർട്ടിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കോൺഗ്രസ് പാർട്ടി ഈ മൂല്യച്യുതിയിലേക്ക് പോകാനുള്ള ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ഇതേപോലെയുള്ളവര് അൺവാണ്ടഡ് ആയിട്ടുള്ള എലമെന്റ്സ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം കൂടി അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ആരൊക്കെയാണോ അതിലേക്ക് ഹെൽപ്പ് ചെയ്തതെന്നുള്ളവർ അവരും റെസ്പോൺസിബിൾ തന്നെയാണ്. ഇതില് രമേശ് ചെന്നിത്തല കാണിച്ച ഒരു അസാധ്യമായിട്ടുള്ള ഒരു ചങ്കൂറ്റം
അത് നമ്മൾ സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തതാണ്, സോഷ്യൽ മീഡിയയിൽ കണ്ടതുമാണ്, ഇല്ലേ? പല സാഹചര്യങ്ങളിലും അദ്ദേഹം കാണിച്ചത് നമ്മൾ കണ്ടതാണ്. അത്രയും ഇതുപോലെ പ്രതിപക്ഷ നേതാവും അത് കാണിക്കുന്ന തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം അത് കാണിക്കും. ഇങ്ങനെയുള്ളപ്പോൾ തന്നെ ഈ ഒഫൻസിന്റെ കാര്യത്തിൽ ഇദ്ദേഹം ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് നമ്മൾ രണ്ടാമത്തേതായാൽ അത് കുറ്റമാണ്. മൂന്നാമത്തതും നാലാമത്തതെയും തുടരെ വരികയാണെങ്കിൽ അതൊരു വൈകൃതമാണ്. ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചുള്ളത്. പക്ഷേ നോക്കൂ, താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുകയാണ്. എന്ത് നേട്ടമുണ്ടായിട്ടാണ് ഇത്രയധികം പരാതികളും തെളിവുകളും ഒക്കെ പൊതുജനത്തിന്റെ മുൻപാകെ ഉണ്ടായിട്ടും എന്തിന് താങ്കൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നു? അതിൽ എന്ത് നേട്ടമാണ് താങ്കൾക്ക് ലഭിക്കുന്നത്? ദിവ്യാജി, അതിൽ ഒരു ഗാന്ധിയനാണ് ഞാൻ. സത്യം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ദൈവം എനിക്ക് അനുഗ്രഹം തരും എന്നൊരു സ്വാർത്ഥ ലാഭം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ വിഷയങ്ങളിലെല്ലാം, ദിലീപ് കേസിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലടക്കം സത്യം പറയുന്നത്. അപ്പോൾ എനിക്കൊരു സ്വാർത്ഥ ലാഭം കൂടി ഉണ്ടെന്ന് കരുതിക്കോളൂ. 3 പോയിന്റുകളാണുള്ളത്. ഒന്നാമത്തെ കാര്യം, പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് അൺടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. ഇതാണ് ഇന്ത്യൻ നിയമത്തിന്റെയും ലോക നിയമത്തിന്റെയും അടിസ്ഥാനം. അതായത് ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തുന്നത് വരെ ആ വ്യക്തി ഇന്നസെന്റ് ആണ് അൺടിൽ പ്രൂവ് ഗിൽറ്റി. ഈ അടിസ്ഥാനത്തിലാണ് ഇന്ത്യനും ലോക നിയമവും നിൽക്കുന്നത്. ആദ്യത്തെ 2 കേസുകൾ നമുക്ക് പരിശോധിക്കാം. അതിൽ രണ്ടാമത്തെ കേസിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് പരാതിയിൽ സംശയമുണ്ട് എന്നുള്ളതാണ്. ആദ്യത്തെ കേസിൽ റേപ്പിന്റെ കാര്യത്തിൽ കോടതി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിർബന്ധിത ഗർഭചിത്രം എന്ന ആരോപണം നിലനിൽക്കുമെങ്കിലും ഈ അവസരത്തിൽ ലഭ്യമായ വിവരങ്ങളിൽ പീഡനാരോപണം നിലനിൽക്കില്ല എന്നാണ്. അപ്പൊ ആദ്യത്തെ 2 കേസുകൾ ബഹുമാനപ്പെട്ട കോടതിയുടെ ഒബ്സർവേഷൻസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരല്ല എന്ന് നമ്മൾ ഓർക്കണം. രണ്ടാമത്തെ കേസിൽ സംശയം പ്രകടിപ്പിച്ചു, ആദ്യത്തെ കേസിൽ റേപ്പ് അല്ലെങ്കിൽ പീഡനാരോപണം ഈ അവസരത്തിൽ നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു. 3, എന്റെ ഏക അഭ്യർത്ഥന, നമുക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ വി ഷുഡ് വെയിറ്റ് ഫോർ ദി ഒബ്സർവേഷൻ, കോടതിയുടെ പ്രഥമ ദൃഷ്ടിയുള്ള നിഗമനങ്ങളെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ്? കാര്യം നമ്മളല്ല ഒരാളെ വിധിക്കേണ്ടത്. മീഡിയ ട്രയലിലൂടെയല്ല, കോർട്ട് ട്രയലിലൂടെയാണ് ഒരാൾ വിധിക്കപ്പെടേണ്ടതുകൊണ്ടാണ്. ദിവ്യാജിയുടെ പരിപാടിയിലിരുന്ന് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി പറയും, നാളെ കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെന്ന് കണ്ടെത്തിയാൽ, അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയ ഫൈൻഡിങ് കണ്ടെത്തിയാൽ ഈ പരിപാടിയിലിരുന്ന് തള്ളി പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം നിങ്ങൾ മാധ്യമങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. 2018 മുതൽ 99% മാധ്യമങ്ങൾ മറുവശത്തും രാഹുൽ ഈശ്വർ പോലെയുള്ള 1% ഈ വശത്തും ശ്രീ ദിലീപിന്റെ കേസിൽ പോരാടി അവസാനം ദിലീപിന്റെ കേസിൽ രാഹുൽ ഇവിടെ എന്തുകൊണ്ടാണ് മാങ്കൂട്ടത്തിൽ ഒരു നിരപരാധിയാണ് എന്ന് താങ്കൾ കരുതാൻ കാരണം? അങ്ങനെ താങ്കൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? അല്ല, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ് എന്നല്ല പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി എന്നുള്ളത് നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാന ശിലയാണ്. അതാണ് പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്. 2, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന് നമ്മുടെ നിയമം അനുശാസിക്കുന്നത് മീഡിയ ട്രയൽ കൊണ്ട് ഒരു വ്യക്തിയെ ഇല്ലാതാക്കരുത് എന്ന് ഉദ്ദേശിച്ചാണ്. ഇവിടെ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് എടുക്കാം. കാര്യം ഓരോ കേസിന്റെയും ആത്മാവ് അതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഡിവൈൻ ഓർ ഡെവിൾ ലൈ ഇൻ ദ ഡീറ്റെയിൽസ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ നോക്കുക. ആദ്യം തന്നെ ആ പെൺകുട്ടി പീഡനത്തിന് വിധേയയാക്കി എന്നാണ് നിങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്, ആ പെൺകുട്ടിയുടെ മൊഴിയായിട്ട്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഒരു പെൺകുട്ടി ഫ്ലാറ്റ് മേടിക്കാൻ ആഗ്രഹിക്കുമോ? അതായത് തന്നെ പീഡിപ്പിച്ച, തുപ്പിയ, അടിച്ച, ദേഹോപദ്രവം ഏൽപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഒരു ഫ്ലാറ്റ് മേടിക്കാൻ ഒരു പെൺകുട്ടി ആഗ്രഹിക്കുമോ? രാഹുൽ ലവ് 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 എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ആ പെൺകുട്ടിയുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന സ്ക്രീൻഷോട്ടുകളും മറ്റും കാണുന്നത്. അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമായ സംശയങ്ങൾ ഉണ്ടാക്കില്ലേ? സ്വാഭാവികമായി ഇത് എന്താ ഇങ്ങനെയൊന്ന് ചോദിക്കില്ലേ? ഇതുകൊണ്ട് ആ പരാതി തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. അതായത് ബന്ധങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരാം. പക്ഷേ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായി കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടില്ലേ? അപ്പം കോടതിക്ക് ഒരു ടേക്ക് കാണും. നമ്മുടെ മുമ്പിൽ എത്രയോ പേർ വ്യാജ പരാതിയിൽ പെട്ടിട്ടുണ്ട്. നമ്മുടെ ഉമ്മൻചാണ്ടി സാർ അടക്കം, നിവിൻ പോളി അടക്കം, ശ്രീ ദിലീപ് അടക്കം എത്രയോ പേർ കള്ളപ്പരാതികളിൽ പെട്ട് കോടതി വിധി വന്നു, പോലീസിന്റെ കണ്ടെത്തൽ വന്ന കാര്യങ്ങളില്ലേ? അപ്പോൾ രാഹുൽ ചിലപ്പം തെറ്റുകാരനായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ, എനിക്കെങ്ങനെ അറിയാം? പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു അവധാനത കാണിക്കണം. എല്ലാ കേസുകളുടെ കാര്യത്തിലും അവധാനത കാണിക്കണം. കോടതി പ്രഥമ ദൃഷ്ടിയ തെറ്റുകാരനാണെന്ന് കാണുന്നത് വരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത്. ഒരു വരി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമുള്ളതല്ല. ശ്രീ പി ശശി നിരപരാധിയാണെന്ന് 23 മാർച്ച് 2018 ബഹുമാനപ്പെട്ട കോടതി ഉത്തരവുണ്ട്. ശ്രീ മുകേഷിന് അനുകൂലമായി കോടതിയുടെ ഒബ്സർവേഷൻസ് ഉണ്ട്. എൽദോസ് എന്ന കോൺഗ്രസ് MLA അനുകൂലമായി കോടതിയുടെ ഒബ്സർവേഷൻസ് ഉണ്ട്. ശ്രീ സുരേഷ് ഗോപിക്ക് അനുകൂലമായി അല്ലെങ്കിൽ കോടതിയുടെയും ബാക്കിയുള്ള അന്വേഷണത്തിന്റെയും സമീപനങ്ങളുണ്ട്. അപ്പൊ രാഷ്ട്രീയ ദേഷ്യം തീർക്കാനായി എതിർകക്ഷിയിലെ ആൾക്കാരെ മോശമാക്കുന്നതിന് എന്താ ഗുണം? ഈ ശ്രീ PT കുഞ്ഞുമോഹന്റെ കേസ് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുത്ത കോടതിയാണ്. അപ്പം നമ്മൾ കോടതിയായി അഭിനയിക്കരുത്.
ചെയ്തത്. രാഹുൽ ഈശ്വർ കോടതിയല്ല, ശ്രീമതി ദിവ്യ കോടതിയല്ല. നമ്മൾ കോടതിയുടെ പ്രഥമ ദൃഷ്ടിയ ഒബ്സർവേഷൻ വരുന്നത് വരെ ഒരു അവധാനത കാണിച്ചില്ലെങ്കിൽ കോടതിയല്ല. പക്ഷേ രാഹുൽ ഈശ്വർ തന്നെ ഇപ്പോൾ പറഞ്ഞ ചില ചാറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ അവർ തമ്മിലുള്ള ഇന്റിമസിയെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ സമ്മതിച്ചു. പക്ഷേ അങ്ങനെ ഒരു പ്ലോട്ട് എല്ലാ കേസിലും നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചൂഷണം ചെയ്യാൻ വേണ്ടി. അടുപ്പം കാണിക്കുന്നു, സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെടുന്നു, വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകുന്നു, വല്ലാത്തൊരു ഇന്റിമസി ഉണ്ടാക്കുന്നു, സെക്ഷൽ ഇന്റർകോഴ്സ് ഉണ്ടാക്കുന്നു. അതിനുശേഷം പിന്നീട് ആവശ്യം കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ കറിവേപ്പില പോലെ അങ്ങ് തള്ളുന്നു. പിന്നീട് ഒരു കോണ്ടാക്ട് ഇല്ല, ബ്ലോക്ക് ചെയ്യുന്നു. അതൊരു സെക്ഷൽ പെർവേർട്ടിന്റെ ലക്ഷണമല്ലേ ശ്രീ രാഹുൽ ഈശ്വർ? അങ്ങനെ ചെയ്തെങ്കിൽ 100% തെറ്റാണ്. പക്ഷെ അങ്ങനെ ചെയ്തെന്ന് ആ വാട്സ്ആപ്പ് ചാറ്റിൽ നിന്നൊന്നും മനസ്സിലാകുന്നില്ലേ രാഹുൽ ഈശ്വറിന്? എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ഇപ്പോ പുറത്തു വന്നത് ഞാൻ കണ്ടത് മീഡിയ വണ്ണും ബാക്കി ചാനലും കണ്ടത് ഫ്ലാറ്റിനെ സംബന്ധിക്കുന്ന ഒരു ചാറ്റാണ്. അതിൽ നിന്ന് എത്രയോ പരാതികളും ഓഡിയോ സംഭാഷണങ്ങളും ഒക്കെ നമ്മൾ കേട്ടത് ഈ കേസിൽ അല്ലെന്ന് ദിവ്യാജി സമ്മതിക്കുന്നുണ്ടല്ലോ അല്ലെ? അതായത് ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു പെൺകുട്ടിയും കൂടെ ഒരു ഫ്ലാറ്റ് മേടിക്കുന്നതിന്റെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു 3 BHK വേണം, പെൺകുട്ടി പറയുന്നു 2 BHK വേണം. ആ ചാറ്റിൽ നിന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി മുമ്പ് വന്ന ചാറ്റുകളിൽ കോടതി വിധിയില്ലേ? ബഹുമാനപ്പെട്ട കോടതി ആദ്യ കേസിൽ പറയുകയുണ്ടായി പീഡനാരോപണം നിലനിൽക്കില്ല, രണ്ടാമത്തെ കേസിൽ പറയുകയുണ്ടായി സംശയമുണ്ട് ഈ പരാതിയിൽ. ഇതൊക്കെ കോടതി വിധിയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, ശ്രദ്ധിക്കണം. ഇതൊക്കെ കോടതി വിധിയിൽ ഒബ്സർവേഷൻസ് പോലുമല്ല. ബഹുമാനപ്പെട്ട കോടതി 2 സൈഡും കേട്ട്, പ്രോസിക്യൂഷനെ കേട്ട്, ഇത്രയും സെൻസിറ്റീവായ ഹൈ പ്രൊഫൈൽ കേസിൽ കോടതി വിധിയിൽ കോടതിയുടെ ഫൈൻഡിംഗ് ആയി എഴുതി വെച്ച കാര്യങ്ങളാണ്. ഇനി നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയോട് റെസ്പെക്ട്ഫുൾ അല്ലാതെ പെരുമാറി, രാഹുൽ ചെയ്യുന്നത് തെറ്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സെൻസിറ്റീവ് ആകണം. ഞാൻ രാഹുലിനെ മുമ്പ് വിമർശിച്ചിട്ടുണ്ട്, സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ഇമോഷൻ മനസ്സിലാക്കി സെൻസിറ്റീവായി സംസാരിക്കണം. പക്ഷേ അതുകൊണ്ട് അയാൾ റേപ്പിസ്റ്റ് ആകുമോ? അതുകൊണ്ട് അയാൾ പീഡകനാകുമോ? നാളെ ഇവിടെ ഇരിക്കുന്ന ഏത് പുരുഷനെതിരെയും ഇതേപോലെ വ്യാജ പരാതി വന്നൂടെ? എനിക്കൊരു അഫയർ ഉണ്ടെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞ് ആ അഫയർ തിരിഞ്ഞു നിന്ന് രാഹുൽ ഈശ്വർ എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരില്ലേ? മാഡം ഒന്ന് ആലോചിക്കും. യോജിക്കുന്നു. ആ കാര്യത്തിൽ അത് ചെയ്യണത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ കേസിന്റെ ഫാക്ട്സ് അല്ല ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ദിലീപിന്റെ കേസിൽ ഐ ഹാഡ് ഓൾസോ ടേക്കൺ എ സ്റ്റാൻഡ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അങ്ങനത്തെ ഒരു കേസ് അല്ല ഇത്. രാഹുൽ എല്ലാ കേസിലും ഇങ്ങനെ ജനറലൈസ് ചെയ്യുന്നത് ശരിയല്ല. ഈ കേസിലെ ഫാക്ട്സ് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇത് 3, 4, 5 കേസുകൾ മാത്രമല്ല, പല കേസുകളും വരുന്നുണ്ട്. അതെല്ലാം സമ്മതകക്ഷി പ്രകാരമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളൊരു ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ കാണുന്ന പോലുമില്ല. അവരെ റെപ്രസെന്റ് ചെയ്യാൻ ആരുമില്ല, പലപ്പോഴും കോടതി പോലും ഇല്ല. ഈ കോടതി ബെയിൽ ആപ്ലിക്കേഷന്റെ പെർപ്പസിന് മാത്രമാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. ബെയിൽ ആപ്ലിക്കേഷനിലെ ഫൈൻഡിങ്സ് ഒന്നും ഫൈനലും ഇല്ല, രാഹുലും LLB കഴിഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ വന്നിരുന്നിട്ട് ഇത് അങ്ങനെ ഒഫൻസ് ചെയ്യില്ല. ഈ ബെയിലിൽ വേണ്ടത് അദ്ദേഹത്തിന്റെ കസ്റ്റഡി ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഇപ്പൊ നോക്കേണ്ട കാര്യമുള്ളൂ. ഇതേപോലെയുള്ള പൊസിഷനിൽ വന്നിരുന്നിട്ട് നിങ്ങൾ എന്തിനാണ് നാട്ടുകാർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ആ പൊസിഷൻ മിസ്യൂസ് ചെയ്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടിരുന്ന് അതേപോലെയുള്ള ഇതിൽ വന്നിട്ട് വൾണറബിൾ ആയിട്ടുള്ളവരെ പോയി കണ്ടെത്തി നോട്ട് ഹാവ് ടു സ്പീക്ക്. ഇങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഏത് പുരുഷനും അതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പുരുഷന്മാർക്ക് ശരിയല്ല. ഞാനിപ്പോ പറയുന്നത് അതുകൊണ്ടിട്ടാണ്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. He may have presumption of innocence. That does not mean the other person also have her side. അവർക്ക് അവരുടെ സൈഡ് പറയാനുണ്ട്. നമ്മൾ അവരുടെ സൈഡ് കേൾക്കുന്ന പോലുമില്ല. അത് കോടതി കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് അത് കേൾക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇതേപോലെയുള്ള പല കേസുകളും ഒന്നിച്ചു വരുമ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു കേസിന് കയറി പറഞ്ഞു പരാതി പറഞ്ഞു, I respect that lady whoever has taken it. ഇല്ലാന്ന് പറയുന്നില്ലല്ലോ. അദ്ദേഹം ഒരിക്കലും പറയുന്നില്ല ഇങ്ങനെ ഇൻസ്റ്റൻസസ് നടന്നില്ല എന്നല്ല പറയുന്നത്. ഞാൻ ഇവർക്കെല്ലാം ഹീസ് എ കാസിനോ. ആരെയാണ് കാസിനോവയോ? എല്ലാവർക്കും പോയിട്ട് ആ സമയത്ത് ഇതൊരു ജനറൽ സാധനമാണെന്നത് എല്ലാവർക്കും വരാവുന്ന സാധനമാണെന്ന് അതൊരിക്കലും പറയും. ദിവ്യയുടെ ആങ്കർ ചെയ്യുമ്പോൾ ദിവ്യക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത് പറയാനായിട്ട്. ദിവ്യ യു ഷുഡ് ഒരു സൈഡ് എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല ഈ കാരണങ്ങളിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയല്ല. രാഹുൽ ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ രാഹുലായിട്ട് അഗ്രി ചെയ്യണം. ഇത് ചെയ്യുന്നത് ശരിയല്ല. ഇറ്റ്സ് എ ഷെയിം ഫോർ അതർ മെൻ ആസ് വെൽ.
എല്ലാ ആണുങ്ങളും ഒരേപോലെ ആണെന്നുള്ള അങ്ങനെ വിചാരിക്കാൻ വേണ്ട. അത് തീർത്തും തെറ്റുമാണ്. എല്ലാ ആണുങ്ങൾക്കും ഈ മറ്റെല്ലാ കേസുകൾ കമ്പയർ ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിനെ കാണരുത് കേട്ടോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല. ഐ എം സോറി ഇഫ് ഐ ഡിഡ്ന്റ് കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് റൈറ്റ്. വിത്ത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് റെസ്പെക്ട് സർ, ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ടാണ് ഫ്ലാറ്റ് മേടിച്ചു കൊടുക്കുന്നത്. അല്ലല്ല സാർ, അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം അങ്ങനെ ഒരു ഭാവന അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ടാണ് ഈ പെൺകുട്ടി ഫ്ലാറ്റ് മേടിച്ചു കൊടുക്കുന്ന കാര്യം പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയല്ല. ഫ്ലാറ്റ് മേടിക്കാനായിട്ട് അയാൾ മേടിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? He is a responsible person. He should say, please do not do that with me. I am not the right person to do it. എന്നിട്ട് അതിൽ നിന്ന് കയറി പിന്നെ ഒരു ഇതിലേക്ക് സെക്ഷൽ ഇന്റർകോഴ്സിന് അല്ലെങ്കിൽ സെക്ഷൽ കൺസെൻഷ്വൽ സെക്സിന് പോകേണ്ട കാര്യം എന്താണെന്നുള്ളതാണ് എന്റെ ചോദ്യം. പ്രത്യേകിച്ച് ആ പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഇതൊരു സാധാ മനുഷ്യനല്ല അദ്ദേഹം. അങ്ങനെ പോകേണ്ട കാര്യം അത് നമ്മൾ മനസ്സിലാക്കണം. അതിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ പലർക്കും ഉണ്ടാവും. അത് അയാൾ റെസ്ട്രെയിൻ ചെയ്യേണ്ട ഓബ്ലിഗേഷൻ അയാൾക്ക് ഉണ്ടായിരുന്നു, നിർബന്ധമായിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബാക്കി കേസുകളെയും ഇതിനെ നമ്മൾ ഒരേ തട്ടിൽ കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. യെസ്, അതാണ് ക്ലിയർ ആണ്. ഞാൻ ഒന്ന് അവസാനിപ്പിക്കുകയാണ്, നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട്. ഫറൂഖ്, ഇപ്പോൾ എല്ലാവരും ഉന്നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് ഇത്രയും കാലം സംരക്ഷിച്ചു, അല്ലെങ്കിൽ നേരത്തെ തന്നെ പരാതികൾ ഉയർന്നു വന്നിട്ടും അതെല്ലാം മുഖവിലേക്ക് എടുത്തില്ല, അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ സൗകര്യവും സ്ഥാനമാനങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടി നേതൃത്വം നൽകിയെന്നാണ്. ശരിയാണ്, ഇപ്പോൾ പാർട്ടി അംഗമല്ല, പക്ഷേ എങ്കിലും ഇപ്പോഴും പാർട്ടി ചിഹ്നത്തിൽ, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോഴും MLA ആണ്. അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ ജനങ്ങളോട് എന്ത് മറുപടി പറയും? ഞങ്ങൾക്ക് രാഹുലിന്റെ കാര്യത്തിൽ ഒരു തെറ്റ് പറ്റി, അത് ഞങ്ങൾ തുറന്ന് സമ്മതിക്കുന്നു എന്ന് പറയുമോ? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ഒരു പാർട്ടി പ്രവർത്തകരോ നേതാക്കൾ ആരായാലും ശരി, നമ്മൾ ആരെയും സ്ക്രീൻ ചെയ്തിട്ടൊന്ന് നോക്കിയിട്ട് പാർട്ടിയിൽ കൊണ്ടുവരാനും നേതൃത്വം സ്ഥാനം കൊടുക്കാനൊന്നും കഴിയില്ല. പക്ഷെ ഒരു അലിഗേഷൻ വരുമ്പോൾ ആ അലിഗേഷനിൽ എന്ത് നടപടിയെടുക്കുന്നു എന്നുള്ളതാണ്. അത് കോൺഗ്രസ് അതിന്റെ വ്യക്തമായി വളരെ മാതൃകാപരമായി നടത്തിയിട്ടുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം എക്സ്ട്രീംലി അവർക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ തരത്തിലുള്ള ഒരു പണിഷ്മെന്റ് തന്നെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇനി അടുത്തൊരു കാര്യം, ഞങ്ങൾക്ക് സാങ്കേതികത്വം ഒരു ചെറിയ വിഷയമുണ്ട്. കാരണം പാർട്ടിയിൽ നിന്ന് ഓൾറെഡി പുറത്താണ്. ഇനി പാർട്ടിക്ക് രാജിവെക്കാൻ പറയാൻ കഴിയില്ല, സ്വാഭാവികമല്ലേ? തീർച്ചയായിട്ടും അത് അദ്ദേഹമാണ് ചെയ്യേണ്ട കാര്യം. പാർട്ടി എടുക്കേണ്ട തീരുമാനം പാർട്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ജനം അംഗീകരിച്ചിട്ടുണ്ട്, സ്വാഭാവികമായിട്ട് ജനം അംഗീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രമുഖ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അക്കാര്യം തീരുമാനിച്ച് അത് പറയും. അവർ പറഞ്ഞിട്ടുണ്ട്, നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാവിധ സഹായവും സഹകരണങ്ങളും ഞങ്ങളിൽ നിന്നുണ്ടാകും എന്ന് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരു സംരക്ഷണം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. എല്ലാം ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് തന്നെ അക്കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ ഇനി എന്താണ് ഒരു സംശയം വേണ്ടത്? ഇത്രയും നല്ലൊരു സമീപനം ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആരോപണം ഉണ്ടാകുമ്പോൾ തന്നെ നടപടിയെടുത്തു. അത് സമീപകാലം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി നിങ്ങൾ അതുകൂടി ഒന്ന് പറയാൻ തയ്യാറാകണം. അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ജനം ഇതിനകത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ഈ തീരുമാനത്തെ കേരളത്തിലെ പൊതുജനം അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ 100% വ്യക്തത ഉണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞങ്ങൾ ആരെയും സംരക്ഷിക്കില്ല. ഇനി നേരത്തെ ഇവിടെ ആർഷോ പറഞ്ഞു, സൈബർ ഇടങ്ങളിൽ നിന്നും കോൺഗ്രസിന്റെ ലീഡർഷിപ്പിലുള്ള ആളുകൾ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുൻനിരയിലുള്ള ഏതെങ്കിലും ഒരാളുകൾ ഏതെങ്കിലും തരത്തിൽ സൈബർ ഇടങ്ങളിൽ ഏതെങ്കിലും അതിജീവിതക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നടപടിയെടുക്കാൻ കഴിയും. അത് ഞങ്ങൾ നടത്തും. പക്ഷേ വഴിയിൽ പോകുന്ന ആളുകളൊക്കെ എന്തെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട അവസ്ഥ ഞങ്ങൾക്കില്ല. എന്നാൽ CPM-ന്റെ ഒക്കെ കാലം നമുക്കറിയാലോ, അവരൊക്കെ സൈബർ ഇടങ്ങൾ എങ്ങനെയാണെന്ന് അറിയാലോ. അതാണ് ഞങ്ങളുടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഞങ്ങളുടെ നിലപാട്. അതാണ് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഞങ്ങൾ സ്ത്രീ പക്ഷത്തിനോടൊപ്പമാണ്. അത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയമാണ്. സ്ത്രീകളുടെ കൂടെ ഞങ്ങൾ എന്നുമുണ്ട്. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് എല്ലാം ചെയ്യേണ്ടത് ചെയ്തു എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴും സംരക്ഷണം ഒരുക്കുകയാണ് കോൺഗ്രസ് എന്ന് CPM-ഉം ആരോപിക്കുന്നു. ഇനി എന്താകും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവി എന്നത് കാലം തെളിയിക്കട്ടെ. നന്ദി ശ്രീ OK ഫറൂഖ്, PM ആർഷോ, രഞ്ജിത്ത് മാരാർ, ഒപ്പം റിനി ആൻഡ് ജോർജ്, രാഹുൽ ഈശ്വർ ചർച്ചയിൽ പങ്കെടുത്തത്.